ആറ്റുകാൽ ജ്യോതിശാസ്ത്രം പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഫെബ്രുവരി മാസം 22 മുതൽ 28 വരെയുള്ള വാരഫലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. മേടരാശി അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 ആഴ്ച ചേരുന്ന 2.25 നക്ഷത്രമാണ് മേടരാശി. മേടരാശിക്കാർക്ക് പൊതുവെ ഈ വാരം സഹോദരാദി ഗുണവും മനസ്സന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം. ദാമ്പത്യമായിട്ട് ചെറിയ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ദാമ്പത്യ സുഖക്കുറവോ കലഹമോ വരാനുള്ള സാധ്യത ഈ വാരത്തിൽ കൂടുതലാണ്. സന്താനങ്ങളാൽ മനസമാധാനക്കുറവോ വിഷമങ്ങളോ ഉണ്ടാവും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. ധനപരമായിട്ട് ഈ വാരം നന്നായിരിക്കും. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാവും. സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും. അനുകൂലമായിട്ടുള്ള സമയമാണ്. പൊതുവെ ഈ വാരം നന്നായിരിക്കും. ഇടവരാശി കാർത്തിക മുക്കാലും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക കൂടി ചേരുന്ന 2.25 നക്ഷത്രമാണ് ഇടവരാശി. ഇടവരാശിക്കാർക്ക് ഈ വാരം ധനപരമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവും. മാതാവിനോ മാതൃബന്ധുക്കോ അരിഷ്ടതയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യത ഉണ്ടാവും. ധാരാളം യാത്രകളൊക്കെ ചെയ്യേണ്ടി വരും. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് നല്ലതാണ്. വിദേശ യാത്രയ്ക്ക് അനുകൂല സമയമാണ്. പല വിധത്തിലുള്ള നേട്ടങ്ങൾ ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. പൊതുവെ ഈ വാരം എല്ലാ രീതിയിലും മെച്ചമായിട്ടുള്ള സമയമാണ്. ആരോഗ്യപരമായിട്ട് കണ്ടത്തിന് മുകളിലോട്ടുള്ള ശാരീരിക അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുള്ളവർക്ക് അതിൽ നിന്നൊരു മോചനവും ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. സ്വന്തമായിട്ട് വീട് വയ്ക്കുക, വാഹനം വാങ്ങിക്കുക, പുതിയ പ്രവർത്തനങ്ങൾക്കെല്ലാം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ആരോഗ്യപരമായിട്ടും മെച്ചമായിട്ടുള്ള സമയമാണ്. മാതൃപിതൃഗുണം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. പൊതുവെ ഈ വാരം നല്ലതാണ്. മിഥുനരാശി മകയിരത്തിൻ്റെ അവസാനത്തെ 30 നാഴിക തിരുവാതിര പുണർത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മിഥുനരാശി. മിഥുനരാശിക്കാർക്ക് പ്രത്യേകിച്ച് കലാപരമായി ബന്ധപ്പെട്ട് തോന്നിക്കുന്നവർക്ക് ഈ വാരം വളരെ അനുകൂലമാണ്. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. ഗൃഹവാഹനാദി സൗഖ്യം പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ട് ചെറിയ പ്രയാസങ്ങളോ വിഷമങ്ങളൊക്കെ ഉണ്ടാവും. ആരോഗ്യകാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളിലും വളരെ സൂക്ഷിക്കേണ്ട സമയമാണ്. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. മാതൃഗുണം ഈ വാരത്തിലുണ്ടാവും. കർമ്മസംബന്ധമായിട്ടുള്ള പ്രതിസന്ധികളോ പ്രയാസങ്ങളോ തരണം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്വന്തമായിട്ട് വാഹനം, വീട് ഇതൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. കൂട്ടു ബിസിനസ്സിന് അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല. കടം വാങ്ങിക്കുന്നതും കടം കൊടുക്കുന്നതും പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രീതി വരുത്തുക. ഗുരുവായൂർ ക്ഷേത്രത്തിലോ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലോ കൃഷ്ണൻ്റെ അമ്പലങ്ങളിലോ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും തുളസിപ്പ് കൊണ്ട് അർച്ചന നടത്തുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും കേൾക്കുന്നതും വളരെ നന്നായിരിക്കും. പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും. തടസ്സങ്ങൾ മാറിക്കിട്ടും. എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കർക്കിടരാശി പുണർത്തിൻ്റെ അവസാനത്തെ 15 നാഴിക പൂയവും ആയില്യവും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കർക്കിടരാശി. കർക്കിടരാശിക്കാർക്ക് പൊതുവെ ഈ വാരം ദാമ്പത്യപരമായിട്ടുള്ള നേട്ടങ്ങളും ഭാഗ്യപുഷ്ടിയും വിവാഹാദി കാര്യങ്ങൾക്ക് ഒരു അനുകൂല തീരുമാനങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. മാതാവിന് ശാരീരിക അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടോ അനുഭവപ്പെടും. ഗൃഹവാഹനാദി സൗഖ്യം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. ചെലവുകൾ വർദ്ധിക്കും. പൊതുവെ എല്ലാ കാര്യത്തിലും നേട്ടം ഉണ്ടാവും. പക്ഷെ ചെലവുകൾ വർദ്ധിക്കാനും ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനും മാത്രം സാധ്യത ഈ വാരത്തിൽ കാണുന്നുണ്ട്. ദോഷങ്ങൾ മാറിക്കിട്ടാൻ സർപ്പപ്രീതി വരുത്തുക. വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക. കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോകുന്നു പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. ചിങ്ങരാശി മകം പൂരം ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 ആഴ്ച ചേരുന്ന 2.25 നക്ഷത്രമാണ് ചിങ്ങരാശി. ചിങ്ങരാശിക്കാർക്ക് പൊതുവെ കലാപരമായി ബന്ധപ്പെട്ട് ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. കലയുമായിട്ട് ബന്ധപ്പെടുന്നത്,
വസ്ത്രം, ആഭരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കും ഈ വാരം വളരെ നല്ലതാണ്. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയ സാധ്യത തെളിഞ്ഞു വരും. ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല. ചെറിയ വിഷമങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാവും. സന്താന ഗുണം പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. പുതിയ തൊഴിൽ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. പുതിയ തൊഴിലവസരങ്ങൾ ലഭിക്കും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. പല വിധത്തിലുള്ള നേട്ടങ്ങളുണ്ടാവും. സ്വന്തമായിട്ട് വീട് വയ്ക്കാനും വാഹനം വാങ്ങിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സ്ഥലമാറ്റം ഉണ്ടാവും, അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാവും. പല വിധത്തിലും അഭിവൃദ്ധി നിറഞ്ഞൊരു നല്ല വാരമായിരിക്കും ഈ വാരം. ആരോഗ്യം മാത്രം ശ്രദ്ധിക്കണം. കന്നിരാശി. ഉത്തരത്തിൻ്റെ മുക്കാലും അത്തവും ചിത്രയുടെ ആദ്യത്തെ 30 നാഴിയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കന്നിരാശി. കന്നിരാശിക്കാർക്ക് സന്താന ഗുണവും മനസന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം. ദാമ്പത്യമായിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ചെറിയ പിണക്കങ്ങളോ ബുദ്ധിമുട്ടുകളോ വിരഹ ദുഃഖമോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ട് ശത്രുക്കൾ വർദ്ധിക്കും. എങ്കിലും ഈ വാരം നന്നായിരിക്കും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യത ഉണ്ടാവും. ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദോഷപരിഹാരമായിട്ട് ശനിപ്രീതി വരുത്തുക. ശാസ്താക്ഷേത്രത്തിൽ പോകുന്നതും നീലവസ്ത്രം കറുത്ത വസ്ത്രം ഉപയോഗിക്കുന്നതും വളരെ നന്നായിരിക്കും. ബുദ്ധിമുട്ടൊക്കെ മാറിക്കിട്ടാൻ മഹാസുദർശന യന്ത്രം ധരിക്കുന്നത് നല്ലതാണ്. തുലാരാശി. ചിത്രയുടെ അവസാനത്തെ 30 നാഴികയും ചോദിക്കും വിശാഖത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് തുലാം രാശി. തുലാരാശിക്കാർക്ക് ഈ വാരം ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഗൃഹവാഹനാദി സൗഖ്യം ഈ വാരത്തിലുണ്ടാവും. സ്വന്തമായിട്ട് വീട് വയ്ക്കുക, വാഹനം വാങ്ങിക്കുന്നതിനൊക്കെ അനുകൂല സമയമാണ്. സന്താന ഗുണം പ്രതീക്ഷിക്കാം. ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ശത്രുക്കളിൽ നിന്ന് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവാം. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. പിതൃഗുണവും പിതൃ സമ്പത്ത് ലഭിക്കും. ഉന്നത വിദ്യയ്ക്ക് അനുകൂല സമയം. വിദേശയാത്രയ്ക്ക് നല്ല സമയം. ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യത ഉണ്ടാവും. ദാമ്പത്യ സുഖം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. ദൂരയാത്രകളൊക്കെ വേണ്ടിവരും. പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളിലും നല്ല ഫലങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ഈ വാരം പൊതുവെ നല്ലതാണ്. വൃശ്ചികരാശി. വിശാഖത്തിൻ്റെ അവസാനത്തെ 15 നാഴിക അനീടവും തൃക്കേട്ടയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് വൃശ്ചികരാശി. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത്ര അനുകൂല സമയമല്ല. ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. മാതൃഗുണം ഈ വാരത്തിലുണ്ടാവും. കലാപരമായി ബന്ധപ്പെടുത്തി ചെയ്യുന്നവർക്ക് നല്ലതാണ്. ദാമ്പത്യ സുഖം ഈ വാരത്തിലുണ്ടാവും. എങ്കിലും സന്താനങ്ങളാൽ മനസ്സമാധാനക്കുറവോ സന്താന സുഖക്കുറവോ അനുഭവപ്പെടും. മുൻകോപം പിടിവാശി കഴിയുന്ന കുറയ്ക്കുന്നത് നന്നായിരിക്കും. യാത്രകളിലൊക്കെ വളരെ അലച്ചിലോ ബുദ്ധിമുട്ടോ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രാത്രി സഞ്ചാരം പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ശാരീരികമായിട്ടും മാനസികമായിട്ടും ക്ലേശങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് ദൂരയാത്രകളൊക്കെ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രീതി വരുത്തുക. വിഷ്ണുവിൻ്റെ പാൽപ്പായസം കഴിപ്പിക്കുക. തുളസിപ്പ് കൊണ്ട് അർച്ചന നടത്തുക. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് മാറിക്കിട്ടാൻ ധനാകർഷണ ഭൈരവേന്ദ്രം ധരിക്കുന്നതും നല്ലതാണ്. ധനുരാശി. മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴി ചേരുന്ന 2.25 നക്ഷത്രമാണ് ധനുരാശി. ധനുരാശിക്കാർക്ക് ഈ വാരം ധനപരമായിട്ട് വളരെ നല്ലതാണ്. സംസാരം മുഖേന സാമ്പത്തിക അഭിവൃദ്ധിയും നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. ഇപ്പോൾ വക്കീലന്മാർ മറ്റുള്ള സംസാരിച്ച് ഏതെങ്കിലും വിധത്തിൽ ആൾക്കാർ ധനപരമായിട്ട് നേട്ടം ഉണ്ടാകാനുള്ള യോഗം ഉള്ളവർക്ക് വളരെ നല്ലതാണ്. ആ ബിസിനസ് അല്ലെങ്കിൽ തൊഴിൽപരമായിട്ട് നേട്ടം ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. ദാമ്പത്യ സൗഖ്യം പ്രതീക്ഷിക്കാം. ഭർത്താവിനോ ഭാര്യയ്ക്കൊക്കെ എന്തെങ്കിലും തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധികൾ, അല്ലെങ്കിൽ ദാമ്പത്യപരമായിട്ടുള്ള നേട്ടങ്ങൾ ഇതെല്ലാം പ്രതീക്ഷിക്കാം. ഗൃഹവാഹനാദി ഗുണം ഈ വാരത്തിലുണ്ടാവും. മാതാവിന് ശാരീരിക ക്ലേശങ്ങളൊക്കെ അനുഭവപ്പെടാം. സഹോദരാദി ഗുണം ഈ വാരത്തിലുണ്ടാവും. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. പൊതു ഈ വാരം മനസമാധാനവും സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞൊരു നല്ല വാരമായിട്ട് കണക്കൂട്ടാം. മകരരാശി. ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 30 നാഴി കൂടി ചേരുന്ന 2.25 നക്ഷത്രമാണ് മകരരാശി. മകരരാശിക്കാർക്ക് പൊതുവെ ഈ വാരം ആരോഗ്യപരമായിട്ട് ചെറിയ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഉണ്ടാവും. തൊഴിൽപരമായിട്ട് തടസ്സങ്ങൾ വരാം. ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. മുൻകോപം എടുത്തിയാട്ടം കഴിയുന്നത് കുറയ്ക്കുന്നത് നന്നായിരിക്കും. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവും. ധനപരമായിട്ട് വളരെ നന്നായിരിക്കും. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം.
മാതൃഗുണവും ഈ വാരത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയ സാധ്യത തെളിഞ്ഞു വരും. പൊതുവെ ഈ വാരം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം പ്രതീക്ഷിക്കാം. ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രീതി വരുത്തുക, വിഷ്ണുവിന് പാൽപ്പായസം കഴിപ്പിക്കുക, തുളസിപ്പൂ കൊണ്ട് അർച്ചന നടത്തുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വളരെ നന്നായിരിക്കും. വിഷ്ണു ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നത്, പ്രത്യേകിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുന്നതൊക്കെ വളരെ നന്നായിരിക്കും. ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. കുംഭരാശി അവിട്ടത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും ചതയവും പൂരിട്ടായുടെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കുംഭരാശി. കുംഭരാശിക്കാർക്ക് ഈ വാരം സാമ്പത്തിക അഭിവൃദ്ധിയും ധനപരമായിട്ടും വളരെ നന്നായിരിക്കും. സന്താന ഗുണം പ്രതീക്ഷിക്കാം. സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാവാം. ഏഴരശനി കാലമായിട്ട് സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളിലും ശ്രദ്ധിക്കണം. ആരോഗ്യപരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടോ പ്രയാസങ്ങളൊക്കെ വരാം. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും മാനസികമായിട്ടുള്ള ടെൻഷനും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം അതിജീവിക്കാൻ സാധിക്കും. ദാമ്പത്യ സൗഖ്യം പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. വിദേശ യാത്രയ്ക്കും അനുകൂലമായിട്ടുള്ള സമയമാണ്. പൊതുവെ കലാപരമായി ബന്ധപ്പെട്ട് ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കും. മീഡിയയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കെല്ലാം വളരെ നല്ലതാണ്. പൊതുവെ ആഗ്രഹ സാഫല്യം നിറഞ്ഞൊരു നല്ല വാരമായിട്ട് കണക്കൂട്ട്. മീനൻ രാശി പൂരിട്ടായുടെ അവസാനത്തെ 15 കഴിഞ്ഞ് ഉത്രട്ടാതി രേവതിയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മീനൻ രാശി. മീനൻ രാശിക്കാർക്ക് ജന്മശനി കാലമാണ്. ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അലസത വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഗൃഹവാഹനാദി ഗുണം പ്രതീക്ഷിക്കാം. സഹോദരാദി ഗുണം ഈ വാരത്തിലുണ്ടാവും. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവും. ശത്രുഗുണം ഈ വാരത്തിലുണ്ടാവും. ദാമ്പത്യപരമായിട്ട് നന്നായിരിക്കും. ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. പല വിധത്തിലുള്ള ധനലാഭം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. കാൽവേദനയും നടുവേദനയും പാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുമെങ്കിലും പൊതുവെ ഈ വാരം നല്ലതാണ്. ദോഷപരിഹാരമായിട്ട് ശനിപ്രീതി വരുത്തുക. ജന്മശനിയാണ്. ശാസ്താക്ഷേത്രത്തിൽ പോവുക. നീല കറുപ്പ് വസ്ത്രം ഉപയോഗിക്കുക. ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാകാനും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാനും ധനാകർഷണ ഭൈരവേന്ദ്രം ധരിക്കുന്നതും വളരെ നല്ലതാണ്. ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. ഈ ആഴ്ചത്തെ വാരഫലം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച കാണാം. കത്തുകൾ അയക്കേണ്ട വിലാസം: ഡോക്ടർ ആറ്റുകാൽ രാധാകൃഷ്ണൻ, രമാ ജ്യോതിഷാലയം, മണക്കാട് PO, തിരുവനന്തപുരം 9. മൊബൈൽ നമ്പർ, വാട്സപ്പ് നമ്പർ 9447471711. നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും ഫോണിലൂടെ മറുപടി ലഭിക്കുന്നതാണ്.